ടെൻത്ത് സ്റ്റാൻഡേർഡ് 5th ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ, വാർഡുസഭ, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ചിത്രം മുകളിൽ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. ഗ്രാമസഭയിലെ അല്ലെങ്കിൽ വാർഡ് സഭയിലെ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ച് ഇത്തരം പ്രശ്നങ്ങളിൽ തീരുമാനം എടുക്കാറുമുണ്ട്. ഇനി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താൽപ്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. പൊതുജനാരോഗ്യമെന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളുടെ മേൽ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളുടെ മേൽ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം. പൊതുജനാഭിപ്രായത്തിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. എന്താണ് പൗരസമൂഹം? പൊതുനന്മക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം. സ്വയം സന്നദ്ധതയോടെ, സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷത. സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം സർക്കാരിനുമേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി പൊതുജനാഭിപ്രായം പരിഗണിക്കപ്പെടുന്നു. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അതിൻ്റെ ആൻസറായിട്ട് വരുന്നതാണ്. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതു സമ്മതം ഉണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കുമനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട്. പൊതുജനാഭിപ്രായത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്തു നിന്ന് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. ഇനി പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ ഒരു പദസൂര്യനായിട്ട് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് നാം കണ്ടു. വ്യക്തികളുടെ സാമൂഹിക, സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസം, മുൻധാരണ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവ എല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നു.
പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, വ്യക്തികളുടെ മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ. പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യമായതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല. എപ്പോഴാണോ ഒരു പൊതുപ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കുണ്ട്. കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമെല്ലാം അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു. ഇവയെല്ലാം പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. ഇനി ആ വിവിധ ഏജൻസികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ്, കുടുംബം. അവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരച്ഛനും അമ്മയും 2 മക്കളും ഇരുന്നിട്ട് ചൂടിനെക്കുറിച്ച്, ആഗോള താപനത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയാണ് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ. രക്ഷിതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നാം പങ്കാളികളാകാറുണ്ടോ? ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. ഇതിൽ രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയവയെല്ലാം തന്നെ വിഷയമാകാറുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ്. വിവിധങ്ങളായ വിഷയങ്ങളിലെ കുട്ടിയുടെ അഭിപ്രായം രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനമുള്ളത് കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ്. ഇനി രണ്ടാമത്തെ ഏജൻസിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന രണ്ടാമത്തെ ഏജൻസി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലെല്ലാമുള്ള അറിവും നൈപുണ്യവുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനം പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കലാകായികമേള തുടങ്ങിയ നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങളൊരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണി ആർജിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഏജൻസി സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദം, ചർച്ച
തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷത പങ്കുവെക്കുന്നുണ്ട്. സർക്കാർ നയങ്ങളോടുള്ള സമീപനം, വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും. ആ നിലക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ്. എന്താണ് സമപ്രായ സംഘം? സമാനമായ പ്രായവും ഒരേ താൽപ്പര്യവും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസം, മൂല്യം, ആശയം എന്നിവയിലെല്ലാം സമാനത പുലർത്തുന്നു. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന നാലാമത്തെ ഏജൻസിയാണ് മാധ്യമം. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത്. അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരു വിഷയം പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു. പത്രങ്ങൾ എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത്. ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്കെത്തിച്ച് തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിലെത്തിച്ച് ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു. ആ നിലക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യസ്ഥാനമുണ്ട്. പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ ഒരു അഭിപ്രായം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ബുക്കിൽ ഗാന്ധിജി കുറിച്ചതിങ്ങനെ: പത്രപ്രവർത്തനത്തിൻ്റെ ഏകലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ വലിയൊരു ശക്തിയാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന പോലെ അനിയന്ത്രിതമായ തൂലികാനാശമേ ഉണ്ടാക്കൂ. നിയന്ത്രണം പുറത്തുനിന്നാണെങ്കിൽ അത് നിയന്ത്രണ രാഹിത്യത്തേക്കാൾ അപകടകരമായിരിക്കും. ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും? വിജയിക്കാത്തവയെ നിലനിർത്താൻ ആർക്ക് കഴിയും? രണ്ടിൻ്റെയും നന്മ തിന്മകൾ ആര് വിധിക്കും? ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും. മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായും വരും. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാത്രമല്ല, അവയെ മാറ്റിമറിക്കാനും ചില താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രവാർത്തകളിലൂടെ കഴിയും. ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല. സമൂഹത്തിൽ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചുവിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട്. നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ വെച്ച് തെറ്റായ വാർത്ത ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്കെത്താറുണ്ട്. വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി
മാധ്യമങ്ങളിൽ വരുന്നത് പത്രം, അതുപോലെ 2 റേഡിയോ, ടെലിവിഷൻ. സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു. പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിൻ്റെ കൂടി ചിന്താഗതികളുടെയും അറിവുകളുടെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. സർക്കാരിൻ്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവെക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും പ്രധാന പങ്ക് വഹിക്കുന്നു. മാധ്യമങ്ങളിൽ വരുന്ന മൂന്നാമത്തെയാണ് സാമൂഹിക മാധ്യമങ്ങൾ. കാലിക പ്രസക്തമായ ഒരു വാർത്ത. മുഖ്യധാര മാധ്യമങ്ങളെപ്പോലെ ഏതൊരു വിഷയത്തിലും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങൾക്ക് ഇന്ന് പ്രമുഖ സ്ഥാനമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ട ഒരു വ്യാജ വാർത്ത ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തി കളക്ടർ വിശദീകരണം ഉൾക്കൊള്ളിക്കുന്ന ഒരു കുറിപ്പാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിന് നാം എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിന് യഥാർത്ഥ ഉറവിടം കണ്ടെത്തുക. വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കുക. സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ വ്യാജ വാർത്തകൾ ലഭിക്കുമ്പോൾ അറിയിക്കുക. ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ആശയവിനിമയം നടത്തുന്നവരാണ്. ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴി ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിനായി നാം മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുവെന്നും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇൻ്റർനെറ്റിൻ്റെ ഫലപ്രദമായ ഉപയോഗം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കുന്നു. ഇനി പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനുള്ള 5ാമത്തെ ഏജൻസിയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവരുടെ പ്രവർത്തനങ്ങൾ. രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്ക് വഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ,
പ്രകടന പത്രികകൾ, പോസ്റ്റർ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുന്നു. അതോടൊപ്പം സമ്മേളനങ്ങള്, പ്രകടനം, റാലി, സെമിനാർ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് സംഘടിപ്പിക്കാറുണ്ട്. ഭരിക്കുന്ന പാർട്ടി അവർക്കനുകൂലമായി സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് പ്രചാരണം നൽകാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ട പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിൽ എത്തിക്കുന്നു. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചാരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. അധികാരം നേടിയെടുത്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താൽപര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ പാർട്ടിയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ച് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പിനു ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുന്നത് പതിവാണ്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനുള്ള ആറാമത്തെ ഏജൻസി സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. മതസ്ഥാപനങ്ങള്, ജാതിമത സംഘടനകള്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങള്, യുവജന പ്രസ്ഥാനങ്ങള്, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങള്, തൊഴിലാളി യൂണിയനുകള്, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങള്, പരിസ്ഥിതി പ്രസ്ഥാനങ്ങള്, വ്യാപാരി വ്യവസായി സംഘടന തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്കുവഹിക്കുന്നു. ഇനി ഏഴാമത്തെ ഏജൻസിയാണ് അഭിപ്രായ വോട്ടെടുപ്പ്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിലെ പൊതുമനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ്. ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരിലൂടെ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുന്നു. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിന് ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നു. മഹാകവി കുമാരനാശാൻ്റെ ചണ്ഡാലഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചില വരികൾ നൽകിയിട്ടുണ്ട്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സഹായിക്കുന്ന എട്ടാമത്തെ ഏജൻസിയാണ് കലയും സാഹിത്യവും. ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ഡാലഭിക്ഷുകി. ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയുമെല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനെ വളരെയധികം സ്വാധീനിച്ചു. പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് തുടങ്ങിയ രചന ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രബീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോൻ്റെയും സാഹിത്യരചന പൊതുജനാഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ചവയാണ്. പൊതുജനാഭിപ്രായ രൂപീകരണ പ്രക്രിയയിലെ പ്രധാന പങ്ക് വഹിച്ച കൃതികളാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോൻ്റെയും സാഹിത്യരചനകൾ. നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്താനും ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾ സാധിച്ചിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളും സാഹിത്യരചനകളും നിങ്ങളുടെ അഭിരുചികളെയും താല്പര്യങ്ങളെയും സ്വാധീനിക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും. ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും. എന്നാൽ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതൊന്ന് നോക്കാം. അതിൽ വരുന്നതാണ് നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യം, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണത എന്നിവയെല്ലാം. എന്താണ് നിരക്ഷരത? ഈ നിരക്ഷരത എങ്ങനെയാണ് പൊതുജനാഭിപ്രായത്തെ വിഘാതമാക്കുന്നത്? നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവ് മാത്രമേ ഉണ്ടായിരിക്കൂ. അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. ഇനി രണ്ടാമത്തെ ഘടകം ഡിജിറ്റൽ വിഭജനം. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യതയിലുണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം അഥവാ ഡിജിറ്റൽ ഡിവൈഡ്. ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു. 3. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല. അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. 5. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണത. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണത യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിപ്പിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാക്കുന്ന ഘടകങ്ങളാണ് നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ തെറ്റായ പ്രവണത എന്നിവ. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ജനാധിപത്യം. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനമെന്ന നിലക്ക് ജനാധിപത്യ സർക്കാർ അതിൻ്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളും താൽപ്പര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്. കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്.
ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും. അധികാര പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കും. അങ്ങനെയൊരു സമൂഹത്തിൽ പൗരരുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും. സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട് സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായമെന്ന നിലക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു.